നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വാള് ഞാൻ എടുത്തതുകൊണ്ടാണല്ലോ ചെമ്പകമംഗലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാനിതെല്ലാം കാരണക്കാരിയായല്ലോ ദൈവമേ. എന്റെ കാലിന് വല്ലാത്ത വേദന, നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീനാക്ഷി വാ, ഞാൻ പിടിക്കാം. പതുക്കെ. നമുക്ക് പോയി നോക്കാം. ആൾതാമസം ഉണ്ടെന്ന് തോന്നുന്നു, വിളിച്ചു നോക്കാം. ഇവിടെ ആരും ഇല്ലേ? അകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരാ? ഞങ്ങള് വഴി തെറ്റി വന്നതാ. വഴി തെറ്റി വന്നതോ? കൊച്ചു പിള്ളേരാണല്ലോ. ആ, കേറി വാ. ആ കൊലകൊമ്പൻ എപ്പോഴാ വരുന്നേന്ന് അറിയില്ല. കേറി വാ. അവിടെ ഇരിക്ക. എന്താ നട്ടപ്പാതിരാക്കി ഈ കാട്ടിലേക്ക് വന്നത്? ഞങ്ങള് വഴിതെറ്റി കാട്ടിൽ പെട്ടുപോയതാ. വരുന്ന വഴിക്ക് ഞങ്ങളൊരു കുഴിയിൽ വീണു. അയ്യോ, എന്നിട്ട് വല്ലതും പറ്റിയോ? ദേ, ഇവളുടെ കാലൊക്കെ നല്ല പോറലുണ്ട്. എന്റെ കാലും ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ആ, സാരമില്ല മക്കളെ, ഇത് കണ്ണടച്ച് തുറക്കും മുമ്പ് മാറും. അതിനുള്ള മരുന്നൊക്കെ എന്റെ അടുത്തുണ്ട്, ഞാൻ പുരട്ടി തരാം. നിങ്ങളിരിക്കെ, ഞാൻ മരുന്ന് പറിച്ചെടുത്തിട്ട് വരാം. സമയം ഒരുപാടായി, പോയി കിടക്ക്. കിടന്നാലും ഉറക്കം വരില്ല മോളെ. എങ്ങനെ ഇരുന്ന് ഉറക്കം ഒഴിച്ച് വെറുതെ അസുഖമൊന്നും പിടിപ്പിക്കണ്ട. നേരം വെളുക്കുന്നതിന് മുമ്പ് അവരിങ്ങ് വന്നോളും. വാ അച്ഛൻ വാ. മനസ്സിനൊരു സമാധാനമില്ല മോളെ. അവർക്കെന്തോ ആപത്ത് പിണഞ്ഞ പോലെ ഉള്ളിലൊരു പേടി. മുൻപൊരിക്കലും എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നിനി കിടന്നാലും എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. മോള് പോയി കിടന്നോ. അവര് വരുന്നവരെ അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അതൊന്നും വേണ്ട. അച്ഛനെ വിളിച്ച് മുറിയിൽ കൊണ്ടുപോയി വിട്ടിട്ടേ വരാവൂന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് സന്ദീപ് വിട്ടത്. ദേ, വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കില്ല അച്ഛാ. അച്ഛൻ വന്നേ, ഞാനല്ലേ വിളിക്കുന്നേ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്. കാല് നന്നായിട്ട് പെരുത്തിട്ടുണ്ടാവും. അപ്പൊ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഇവിടെ എവിടെയെങ്കിലും വീണിരുന്നെങ്കിലോ? വാ, ഞാൻ പിടിച്ചോളാം. മനസ്സിന്റെ ശക്തി ചോരുമ്പോഴാ ശരീരത്തിന് ബലം നഷ്ടപ്പെടുന്നത്. ഞാൻ ആകെ തളർന്നു.
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പോയി കിടക്കാൻ. അച്ഛൻ വാ വാ. ഈ പോക്ക് പോയാ മരുമകളെ ഓർത്ത് ഇയാൾക്ക് അറ്റാക്ക് വരുന്ന തോന്നുന്നു. ഇങ്ങനെയുണ്ടോ ഒരു മരുമകൾ സ്നേഹം? ഇതിന് മാത്രം എന്ത് കൂടോത്രമാണാവോ അവൾ ഇയാൾക്ക് കൊടുത്തത്? അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞ എന്തായിരിക്കും ഇയാളുടെ അവസ്ഥ? ഹോ, അമ്മായിയച്ഛനും മരുമോക്കും തെക്കേ പറമ്പിൽ 2 കുഴി ഒഴിക്കായിരുന്നു. കരയാതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എന്നെ തിരിച്ചു കിട്ടും. ഉറങ്ങിക്കോ. ഈ വാള് ഞാൻ എടുത്തതുകൊണ്ടാണല്ലോ ചെമ്പകമംഗലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ ഇതെല്ലാം കാരണക്കാരിയായല്ലോ ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.